വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അഹ്സാബിൽ 10 വിഷയങ്ങൾ എണ്ണി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ആണിനെയും പെണ്ണിനെയും വേറെ വേറെ എണ്ണി ഒരായത്തിറക്കിയിട്ടുണ്ട്. അതേത് വിഷയത്തിലാണ്? ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ് ഒരിക്കൽ, യാ റസൂലല്ലാഹ് മാ ലനാ ലാ നുദ്കർ ഫി കിതാബില്ലാഹ് കമാ യുദ്കറു അർരിജാൽ. റസൂലെ, അള്ളാന്റെ കിതാബിൽ ആണുങ്ങൾ പരാമർശിക്കപ്പെടുന്നത് പോലെ ഞങ്ങൾ എന്തുകൊണ്ട് പരാമർശിക്കപ്പെടുന്നില്ല? അള്ളാന്റെ കിതാബിൽ പുരുഷന്മാർ പരാമർശിക്കപ്പെടുന്നത് പോലെ ഞങ്ങൾ എന്തുകൊണ്ട് പരാമർശിക്കപ്പെടുന്നില്ല എന്ന് ഉമ്മു സലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്. ആ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടും രോഷം പ്രകടിപ്പിച്ചില്ല. ഇത് അള്ളാന്റെ കിതാബാണ്, അതിൽ വന്നത് നമ്മൾ സമ്മതിക്കുകയാണ് എന്ന രീതിയിലൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചില്ല. പിന്നെയോ, അതൊരു സ്ത്രീയുടെ വികാരമാണ്, അവർക്ക് അവരുടേതായ ഒരു ആശയും ഒരു താല്പര്യവും ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കേൾക്കേണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കേൾക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്മേൽ അത് കേട്ടു. ഉമ്മു സലമ പറയുകയാണ്, ഫലം യറൂനി ബഅദഹു യൗം. ഒരു ദിവസം പോലും നീണ്ടു നിന്നില്ല. ഞാൻ ഉമ്മു സലമ പറയാണ്, ഞാൻ മുടി ചീകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട് മിമ്പറിൽ കയറിയിട്ട് യാ അയ്യുഹന്നാസ് യാ അയ്യുഹന്നാസ് എന്ന് വിളിക്കുന്നു. അപ്പൊ മുടി ചീകിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഈ മുടി ചുരുട്ടി വെച്ച് വാതിലിലേക്ക് ഓടി വന്നു. എന്നിട്ട് അവരുടെ വീട്ടിന്റെ ഹുജറ, ഈ ഈത്തപ്പനിന്റെ പട്ടോണ്ടാണല്ലോ, ആ ഭാഗത്തേക്ക് എൻ്റെ കാത് അടുപ്പിച്ച് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. അപ്പൊ ഉമ്മു സലമ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ആളുകളെ വിളിച്ചിട്ട് കേൾപ്പിക്കണ അറിയോ? എൻ്റെ വിഷയത്തിൽ ആയത്താണ്. ഞാൻ പറഞ്ഞ ആ അഭിപ്രായം, എൻ്റെ ആ ഒരു വിഷയം, അത് ഉപരിലോകം പരിഗണിച്ചിട്ട് ആ വിഷയത്തിൽ വന്ന ആയത്താണ്. എന്തായത്? ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത് വസ്സാദിഖീന വസ്സാദിഖാത്ത് വസ്സാബിരീന വസ്സാബിറാത്ത് والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. 10 വിഷയങ്ങൾ. അതിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും വേറെ വേറെ അള്ളാഹു എണ്ണി. നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ വന്ന കൽപ്പനകളൊക്കെ അത് പുല്ലിംഗ പ്രയോഗത്തിലാണ് എങ്കിലും അർരിജാലു ഷഖായിഖുൻ നിസാ, സ്ത്രീകൾ പുരുഷന്മാരുടെ ഷഖീഖുകളാണ്. മനസ്സിലായി? അതിൽ അവർ ഭാഗവാക്കുകളാണ്. പ്രത്യേകം ചില തെളിവുകൾ, കരീനത്തുകൾ സ്ത്രീകൾക്ക് സ്ത്രീകൾ ഒഴിവാണ്, പുരുഷന്മാർ മാത്രമാണെന്ന് അറിയിക്കുന്നത് ഉണ്ടിയെങ്കിലല്ലാതെ എല്ലാ കൽപ്പനകളും സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെയാണ്. പക്ഷേ മഹദി ഉമ്മു സലമ പുരുഷന്മാരോടുള്ള കുറിച്ചുള്ള അനുസ്മരണം വന്നതുപോലെ എന്തുകൊണ്ട് സ്ത്രീകളുടെ വിഷയത്തിൽ അനുസ്മരണമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വികാരം അത് തിരുദൂതർ മാനിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല വാനങ്ങൾക്കുപരിയിൽ അത് സ്വീകരിച്ചു, അത് മാനിച്ചു. എന്നിട്ട് ഇറക്കിയ ആയത്താണ് അല്ലേ? ആ ആയത്ത് നോക്കൂ നിങ്ങൾ. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, ഇസ്ലാം, അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും. വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാൻ, അതിൽ പുരുഷന്മാരും സ്ത്രീകളും. വൽ ഖാനിതീന വൽ ഖാനിതാത്ത്, അൽ ഖുനൂത്ത്, ഭവ്യത, ഭക്തി, അതിൽ സ്ത്രീകളും പുരുഷന്മാരും സ്ത്രീകളും. വസ്സാദിഖീന വസ്സാദിഖാത്ത്, സിദ്ഖ്, സത്യസന്ധത, അതിൽ സ്ത്രീ പുരുഷന്മാർ. വസ്സാബിരീന വസ്സാബിറാത്ത്, ക്ഷമ, സബർ, അതിൽ സ്ത്രീ പുരുഷന്മാർ. വൽ ഖാശിഈന വൽ ഖാശിയാത്ത്, അൽ ഖുശൂ', ഉൾപേടി, ഉൾഭയം, അതിൽ സ്ത്രീകൾ പുരുഷന്മാർ. വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്, ദാനധർമ്മങ്ങൾ, അതിൽ സ്ത്രീകൾ പുരുഷന്മാർ. വസ്സായിമീന വസ്സായിമാത്ത്, സൗം, വ്രതം, നോമ്പ്, അതിൽ സ്ത്രീകൾ പുരുഷന്മാർ സ്ത്രീകൾ. വൽ ഹാഫിദീന ഫുറൂജഹും വൽ ഹാഫിദാത്ത്, ലൈംഗികാവയവങ്ങൾ സംരക്ഷിക്കുന്ന വിഷയത്തിൽ പുരുഷന്മാർ സ്ത്രീകൾ. വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അല്ലാഹ്ക്ക് ധാരാളമായി ദിക്റെടുക്കുന്ന പുരുഷന്മാർ, അങ്ങനെയുള്ള സ്ത്രീകൾ. നോക്കൂ, 10 വിഷയങ്ങൾ. അതിൽ ആണിനെ വേറെ പെണ്ണിനെ വേറെ എണ്ണി അല്ലാഹു സുബ്ഹാനഹു വ തആല അഅദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമ, അല്ലാഹു അവർക്കെല്ലാം പാപമോചനം ഒരുക്കിയിരിക്കുന്നു, മഹനീയമായ പ്രതിഫലം അല്ലാഹു തയ്യാറാക്കിയിരിക്കുന്നു എന്ന ആശയത്തിൽ ആയത്തിറക്കി. നോക്കൂ നിങ്ങൾ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ
ആ മഹദിയെ മാനിച്ചത്. അതിനുപരി അപ്പുറം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ആ ഒരു ആവശ്യം കേട്ടത്, അതിനെ പരിഗണിച്ചത്. സഹോദരന്മാരെ, ഇവിടെ നമ്മൾ വായിക്കുകയാണ്.